ഏവർക്കും സൂബേർഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനുവേണ്ടി ആദ്യമായി നമുക്ക് സുവോളജിയിലെ എത്ര മാർക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്നു എന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ 10 ചാപ്റ്ററിൽ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. ചാപ്റ്റർ 1 ലിവിംഗ് വേൾഡിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഇനി ചാപ്റ്റർ 2 ആണ് ആനിമൽ കിങ്ഡം. നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഇവിടെ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനെ നമുക്ക് ചോദിക്കാറുള്ളൂ എക്സാമിന്. ചാപ്റ്റർ 4 ബയോമോളിക്യൂൾസ് തുടങ്ങി ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ വരെ ഇത്രയും ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കാണ് ചോദിക്കുക. അപ്പോൾ ബയോമോളിക്യൂൾസ്, അതേപോലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നനുസരിച്ച് പഠിച്ചാൽ ഓരോ എക്സാമും നമുക്ക് ഈസിയായി ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്ജക്റ്റിൽ കൂടുതൽ A+ വാങ്ങാനും സഹായിക്കും.